ഹലോ എവ്രി വൺ. അപ്പൊ നമ്മള് ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചു. അഡ്മിഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. ഇനി ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ചില കാര്യങ്ങളൊക്കെ വേഗം നമുക്ക് പഠിക്കാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെന്റ് മാത്രമല്ല കേട്ടോ, ഇതിൽ ഡെത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത്. പിന്നെ മറ്റേ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം ഇതിലും എഴുതിയിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഞാൻ പോയ വീഡിയോ സെഷനിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെന്റിൽ മാറ്റം വരുത്തുക എന്നല്ലേ അർത്ഥം. എഗ്രിമെന്റിൽ എപ്പോഴൊക്കെ മാറ്റം വരുത്തും? അഡ്മിഷന്റെ സമയത്ത് മാറ്റം വരുത്തും, റിട്ടയർമെന്റിന്റെ സമയത്ത് മാറ്റം വരുത്തും, ഡെത്തിന്റെ സമയത്ത് മാറ്റം വരുത്തും. ഡിസൊല്യൂഷന്റെ സമയത്ത് മാത്രമാണ് എഗ്രിമെന്റിൽ മാറ്റം വരുത്താത്തത്. ബാക്കിയുള്ള എല്ലാ സാഹചര്യത്തിലും എഗ്രിമെന്റിൽ മാറ്റം വരുത്തണം. പഴയ എഗ്രിമെന്റിൽ തന്നെ തുടരാൻ പറ്റില്ലല്ലോ. ഒരു 3 ആൾക്കാരുണ്ട്, അതിൽ ഒരാള് മതി, എനിക്ക് വേണ്ട ലാഭമൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഞാൻ ഇനി സ്ഥാപനം വിട്ടു പോവാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പഴയ എഗ്രിമെന്റിൽ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എഗ്രിമെന്റിനെ പുതുക്കണം. അതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അസർട്ടൈനിങ് ദ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. ഈ റിട്ടയർ ആയി പോണ സമയത്ത് ഈ റിട്ടയർ ആയി പോണ ആൾക്ക് ഡിസീസ്ഡ് എന്നുള്ള സംഭവത്തിലോട്ട് ഞാൻ വരാം കേട്ടോ. ആദ്യം ഇപ്പൊ റിട്ടയർമെന്റ് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഈ റിട്ടയർ ആയി പോണ ആൾക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു വിടണ്ടേ? അതുപോലെ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം അയാളെ വിടാൻ. റിട്ടയർമെന്റ് ആണല്ലോ, ഇത്രയും നാൾ അയാൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞ് സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല. അയാൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം, അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം കിട്ടുകയും വേണം. ഇതാണ് ഡീലിംഗ്. അപ്പൊ ഒന്ന് നോക്കൂ, അതിൽ ആദ്യത്തെ പോയിന്റ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അയാള് ഈ സ്ഥാപനത്തിലോട്ട് വരുന്ന സമയത്ത് അയാൾ ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. ആ ക്യാപിറ്റലിന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആ ക്യാപിറ്റൽ ഇപ്പോ മാറിയിട്ടുണ്ടാവും, കാരണം അതിൽ ഒരുപാട് ലാഭം ആഡ് ആയിട്ടുണ്ടാവും കേട്ടോ. ക്യാപിറ്റൽ മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അയാളുടെ ക്രെഡിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ബാലൻസ്, ഇപ്പത്തെ അയാൾ റിട്ടയർ ആയി പോണ സമയത്തുള്ള ക്യാപിറ്റലിന്റെ ബാലൻസ് അയാൾക്ക് കൊടുക്കണം. രണ്ടാമത്തെ നോക്കൂ, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഹിസ് കറണ്ട് അക്കൗണ്ട്. ഇനി എങ്ങാനും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് സ്ഥാപനം ഫോളോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ അയാൾക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതും അയാൾക്ക് കൊടുക്കണം. എല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. പിന്നെ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, അയാളുടെ ഗുഡ് വിൽ അയാൾക്ക് കൊടുക്കണം കേട്ടോ. അല്ലാതെ ഫേമിന്റെ ഗുഡ് വില്ലിനെ തൂക്കി അങ്ങനെ എടുത്ത് കൊടുക്കാൻ പാടില്ല. ഫേമിന്റെ ഗുഡ് വിൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ റിട്ടയർ ആയി പോണ ആളുടെ ഗുഡ് വിൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അയാളുടെ ഷെയർ അത് നമ്മൾ കൊടുക്കണം. അതാരാ കൊടുക്കുക? ബാക്കിയുള്ള ആൾക്കാർ കൊടുക്കും. ആരേ ഈ ബാക്കിയുള്ള ആൾക്കാര്? ഗെയിൻ ആവണ ആള്. ഏത് റേഷ്യോയിൽ കൊടുക്കും? ഗെയിനിങ് റേഷ്യോ. അഡ്മിഷന്റെ കാര്യത്തില് ഗുഡ് വിൽ സാക്രിഫൈസിങ് റേഷ്യോ, റിട്ടയർമെന്റും ഡെത്തിന്റെ കാര്യത്തിൽ ഗുഡ് വിൽ ഗെയിനിങ് റേഷ്യോ കേട്ടോ. ഇത് ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹിസ് ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റിസർവ്. ഇത്ര നാൾ നമ്മൾ മാറ്റിവെച്ച ലാഭങ്ങള്, വീതിച്ചു കൊടുക്കാത്ത ലാഭം ഉണ്ടാവും ഫേമില്, അല്ലെങ്കിൽ റിസർവ് ഉണ്ടാവും, ജനറൽ റിസർവ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അയാളുടെ ഷെയറിന് കൊടുക്കണം. അയാളുടെ ഷെയർ എത്രയാണെന്ന് നോക്കിയിട്ട് അത് കൊടുക്കണം. പിന്നെന്താണ്? ഹിസ് ഷെയർ ഇൻ ദ ഗെയിൻ ഓഫ് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അഡ്മിഷൻ നടക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, റിട്ടയർമെന്റ് നടക്കുന്ന സമയത്തും അസറ്റ് പുനഃപരിശോധന നടത്തും, ലയബിലിറ്റീസിന്റെ റീവാലുവേഷൻ നടത്തും. എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാവുന്ന ലാഭനഷ്ടം അയാളുടെ ഷെയറിന് അയാൾക്ക് കൊടുത്തു വിടണം. അതുപോലെ അടുത്ത എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഹിസ് ക്യാപിറ്റൽ ഇഫ് ഇൻവോൾവ്ഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത്. ഇയാൾ മരിച്ചു പോണ വരെയുള്ളത് അല്ലെങ്കിൽ ഇയാൾ റിട്ടയർ ആയി പോണ വരെയുള്ള അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ അയാൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ? എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അയാൾക്ക് കൊടുക്കണം കേട്ടോ. അതുപോലെ അടുത്ത എന്താ? സാലറി, കമ്മീഷൻ, ഇതൊക്കെ എപ്പോഴേ കൊടുക്കാൻ പാടുള്ളൂ? എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അയാളുടെ ക്യാപിറ്റലും അയാളുടെ ഗുഡ്വില്ലും പിന്നെ എന്തെങ്കിലും ഇതിനു മുന്നേ വീതിക്കാതെ വെച്ചിരിക്കുന്ന പ്രോഫിറ്റോ റിസർവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീതിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് കൊടുക്കാനുണ്ട്. നമ്പർ 1. ഇനി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. അതും അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ദ ഫോളോയിങ് ഡിഡക്ഷൻസ് ഇഫ് എനി മേ ഹാവ് ടു ബി മെയ്ഡ് ഫ്രം ഹിസ് ഷെയർ. അയാളുടെ ഷെയറിന്ന് എന്തൊക്കെ ഡിഡക്ട് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. ഡെബിറ്റ് ബാലൻസ് ഓഫ് ഹിസ് കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ അത് കൊടുക്കും. ഇനി കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലോ, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ലോസ് അല്ലേ. അപ്പൊ ലോസ് ആണെങ്കിൽ അയാളല്ലേ തരേണ്ടത്. റിട്ടയർ ആയി പോണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഒരു സെന്റിമെന്റ്സും ഇല്ല. ലോസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നിട്ടേ പോവാൻ പാടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ടു ബി റിട്ടേൺ ഓഫ്.
പഴയ ഗുഡ്വിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യില്ലേ? അപ്പൊ അയാൾ ആ എമൗണ്ട് തന്നിട്ടേ അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. അതുപോലെ ഹിസ് ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് ലോസസ്, ഇതുവരെ വീതിക്കാത്ത ലാഭത്തിനെ എല്ലാവർക്കും വീതിച്ചു, അതുപോലെ ഇതുവരെ വീതിക്കാത്ത നഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നഷ്ടം ഇപ്പൊ വീതിക്കണം. ആ നഷ്ടത്തിന് അയാളുടെ ഷെയർ അയാൾ തന്നിട്ടേ പോകാൻ പാടുള്ളൂ സ്ഥാപനത്തിൽ നിന്ന്. അതുപോലെ ഹിസ് ഷെയർ ഓഫ് ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, റീവാല്യൂ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് വന്നാൽ അയാൾക്ക് കൊടുക്കും, ലോസ് ആണെങ്കിലോ ഇങ്ങോട്ടേക്ക് തരണം കേട്ടോ. അതുപോലെ അടുത്ത് നോക്കൂ, ഹിസ് ഷെയർ ഓഫ് ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, റീവാല്യൂ ചെയ്തിട്ട് ഉണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം അല്ലാതെ അയാൾ റിട്ടയർ ആയി പോണ വരയ്ക്കും ഉള്ള ആ സ്ഥാപനത്തിന്റെ ആ വർഷത്തെ ലാഭം എത്രയാണോ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നോട്ട് ദ പോയിന്റ്, കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ അയാളുടെ ഷെയർ നമ്മൾ കൊടുത്തു വിടണം. പിന്നെ അടുത്ത് നോക്കൂ, ഹിസ് ഡ്രോയിങ്സ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, ഇടയ്ക്കിടയ്ക്ക് അയാൾ ഈ എമൗണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവില്ലേ, ആ എമൗണ്ട് ഒക്കെ അയാൾ തന്നിട്ടേ. ഈ തന്നിട്ടേ എന്ന് പറയുന്ന സമയത്ത് അയാൾ കാശ് എടുത്ത് നമുക്ക് തരണം എന്നല്ല, അയാൾക്ക് കൊടുക്കണ എമൗണ്ട് ഒന്ന് കുറച്ചാൽ മതി നമ്മള്, പക്ഷെ അതൊക്കെ അയാളുടെ നിന്ന് വാങ്ങിച്ച പോലെയല്ലേ. അപ്പോ അതാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇഫ് ഇൻവോൾവ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്. ഇനി അയാൾ എടുത്തുകൊണ്ട് പോയ ഡ്രോയിങ്സിൽ ഫേം എന്തെങ്കിലും പലിശ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതും നമ്മൾ വാങ്ങിക്കും, അതും നമ്മൾ ഡിഡക്ട് ചെയ്യും, മൈനസ് ചെയ്യും. എന്നിട്ട് ബാക്കി എന്താണോ ഉള്ളത് ആ ബാക്കിയുള്ളത് റിട്ടയറിംഗ് ആയി പോണ ആൾക്ക് കൊടുത്തു വിടും. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ റിട്ടയറിംഗ് ആയി പോണ ആൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട്, ഇപ്പൊ എ ബി സി 3 ആൾക്കാരുണ്ട്. സി റിട്ടയർ ആയി പോവാണ്. ഈ സി റിട്ടയർ ആയി പോണ സമയത്ത് ഫേമിന്റെ അടുത്ത് കാശ് ഉണ്ടാവണ്ടേ അയാൾക്ക് കൊടുക്കാൻ? ചിലപ്പോ കാശ് ഇല്ലെങ്കിലോ എന്ത് ചെയ്യും? ഒന്നുമില്ല, ആ റിട്ടയറിംഗ് ആയി പോണ ആളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് റിട്ടയറിംഗ് ആയി പോണ പാർട്ട്ണറുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഈ റിട്ടയറിംഗ് ആയി പോണ ആളുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതെന്തിനാ ഈ ലോൺ അക്കൗണ്ട്? ഈ റിട്ടയറിംഗ് ആയി പോണ ആൾക്ക് അപ്പൊ തന്നെ കൊടുത്തു വിടാൻ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലോ അദ്ദേഹമായിട്ട് നമ്മൾ ഒരു ഡീലിങ്സിൽ ഏർപ്പെടും. നിങ്ങൾക്ക് തരാനുള്ള കാശ് തരാം, പക്ഷെ ഇപ്പൊ തരാൻ നമ്മുടെ കയ്യിൽ കാശില്ല, അറിയാലോ, നിങ്ങളും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയല്ലേ. പക്ഷെ വർഷാവർഷം ഈക്വലി അല്ലെങ്കിൽ ഇത്ര രൂപയായിട്ട് തരാം. അതിനോടൊപ്പം തന്നെ എന്തും കൊടുക്കേണ്ടി വരും, നമ്മൾ ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടയർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ റിട്ടയറിംഗ് ആയി പോണ ആളുടെ അക്കൗണ്ടില് അയാളുടെ കോളത്തില് ടു ബാലൻസ് ക്യാരി ഡൗൺ എഴുതരുത്. പകരം റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു വേണം എഴുതാൻ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തിയറി ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് അയാൾക്ക് കൊടുക്കേണ്ടത്, എന്തൊക്കെ അയാളുടെ നിന്ന് വാങ്ങിക്കാം എന്നൊക്കെ തിയറിറ്റിക്കലിയും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് മറക്കാതിരിക്കാൻ, നമ്മൾ ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗെയിനിങ് റേഷ്യോ ആണ്. ഗെയിനിങ് റേഷ്യോ എന്തിനു വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗുഡ്വില്ലിന് വേണ്ടിയിട്ട്. അഡ്മിഷന്റെ സമയത്ത് സാക്രിഫൈസിംഗ് റേഷ്യോ എന്തിനു വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗുഡ്വില്ലിന് വേണ്ടിയിട്ട്. ഗുഡ്വിൽ അല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും നമുക്ക് ഗെയിനിങ് റേഷ്യോ ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ അഡ്മിഷന്റെ കാര്യത്തിൽ ഗുഡ്വിൽ അല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ ആവശ്യം വരുന്നില്ല. അപ്പൊ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടാണ് ഗെയിനിങ് റേഷ്യോ. ആ ഗുഡ്വിൽ കാണാൻ എന്താ ഫോർമുല? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ കാണാൻ എന്താ ഫോർമുല? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ആൻഡ് ചോദ്യങ്ങൾ ഇങ്ങനെയും വരാം, ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഈസി ആയിട്ട് 2 പോയിന്റ് എഴുതാൻ പറ്റില്ലേ? ഫോർമുല തന്നെ എഴുതാൻ പറ്റില്ലേ? ഗെയിനിങ് റേഷ്യോ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ, സാക്രിഫൈസിംഗ് റേഷ്യോ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഗെയിനിങ് റേഷ്യോ റിട്ടയർമെന്റിന്റെ സമയത്തോ ഡെത്തിന്റെ സമയത്തോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. മറ്റേ സാക്രിഫൈസിംഗ് റേഷ്യോ അഡ്മിഷന്റെ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഈസി അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.